മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് മക്കൾ വിശുദ്ധരായിട്ട് മാറുകയുള്ളൂ. എന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ, എന്തെങ്കിലും പ്രാർത്ഥനയിൽ വിശ്വാസമില്ലാതെ വന്നാൽ അവരെ തള്ളിക്കളയല്ല ചെയ്യേണ്ടത്. അവരുടെ മാതാപിതാക്കന്മാർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവരാണ് മുമ്പ് ദേവാലയത്തിലേക്ക് ഓടിച്ചെല്ലേണ്ടത്. കാരണം അവിടെ നിന്നാണ് ഈ മക്കളെ നിങ്ങൾക്ക് കിട്ടിയത്. നിങ്ങൾ രണ്ട് വ്യക്തികൾ യോജിച്ചത് എവിടെ വെച്ചാണെന്ന് വെച്ചാൽ വല്ല ബസ് സ്റ്റോപ്പിൽ വെച്ചോ, ബസ് സ്റ്റാൻഡിൽ വെച്ചോ, അല്ലെങ്കിൽ വല്ല സിനിമ തിയേറ്ററിൽ വെച്ചോ, അല്ലെങ്കിൽ വേറെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചല്ല ചേർന്നത്. അവർ രണ്ടു കൂട്ടരും ചേർന്നത് വ്യത്യസ്ത സ്വഭാവം, വ്യത്യസ്ത മാതാപിതാക്കന്മാർ, വ്യത്യസ്ത ജീവിത ശൈലിയുള്ളവർ കൂടി ചേർന്നത് എവിടെ വെച്ചാണെന്ന് വെച്ചാൽ ബലിവേദിക്ക് മുമ്പിൽ വെച്ചാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ബലിവേദിക്ക് മുമ്പിൽ വെച്ച് അവരെ യോജിപ്പിച്ചത് ആരാണെന്ന് വെച്ചാൽ അച്ഛനല്ല, പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് യോജിപ്പിച്ച വ്യക്തികൾക്ക് എന്തെങ്കിലും കോട്ടങ്ങളോ വീഴ്ചകളോ വന്നാൽ അവരെവിടെ ചെല്ലണമെന്ന് വെച്ചാൽ യോജിപ്പിച്ച സ്ഥലത്തേക്ക് ചെല്ലണം. നമ്മൾ എന്തെങ്കിലും ഒരു വാഹനം മേടിച്ചു എന്നിരിക്കുക. ആ വാഹനം മേടിച്ചിട്ട് എന്തെങ്കിലും കേട് വന്നു എന്ന് പറയാം. കേട് വന്നാൽ നമ്മളെവിടെ ചെല്ലും? വല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെല്ലുമോ? ഈ വാഹനം ഒന്ന് നന്നാക്കി തരാമോ? അല്ലെങ്കിൽ വല്ല പോലീസ് സ്റ്റേഷനിൽ ചെല്ലോ, അല്ലെങ്കിൽ എക്സൈസ് ഓഫീസിൽ ചെല്ലോ, ഫോറസ്റ്റ് ഓഫീസിൽ ചെല്ലോ? ചെല്ലില്ലല്ലോ. അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസിൽ നമ്മൾ ചെല്ലുന്ന RTO ഓഫീസിലും ചെല്ലുക. ഈ കമ്പനിയിലേക്ക് നമ്മൾ തിരിച്ചു ചെന്നിട്ട് പറയും ഇതിന് കംപ്ലൈൻ്റ് ഉണ്ട്, ഇത് പരിഹരിക്കാമോ? ആ കംപ്ലൈൻറ്റ് പരിഹരിക്കുന്ന അവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്താ? ആ വണ്ടി, ആ വാഹനം ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ മാനുഫാക്ചറിങ്ങിൽ വന്ന ഡിഫക്റ്റാണ് ഇത് കേടാവാനുള്ള കാരണം. ഈ അഗസ്തീനോസിൻ്റെ ജീവിതത്തിൽ അവൻ്റെ വീഴ്ചകളും അവൻ പാഷണ്ഡതയിൽ അകപ്പെട്ട് ജീവിക്കുമ്പോൾ അവൻ്റെ മാതാവ് ഈ പ്രാർത്ഥന എവിടേക്കും വചനപ്രഘോഷണമുണ്ടോ അവൾ പോകുമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ബേസിൽ എന്ന ഒരു വിശുദ്ധനായ സഭാപിതാവിൻ്റെ പ്രസംഗത്തിന് പോയി. പിതാവിനെ കാണാൻ വേണ്ടി കാത്തിരുന്നു മെത്രാൻ കണ്ടിട്ട് പറഞ്ഞു, നിൻ്റെ പ്രാർത്ഥന നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുക, ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കും, നിനക്ക് ഉത്തരം തരും. കഴിഞ്ഞ ഒരു 4-5 മാസം മുമ്പ് തൂങ്കുഴി പിതാവ് പറയുന്നുണ്ട്, ആ സ്ഥലത്ത് പോയപ്പോൾ ആ അഗസ്തീനോസ് ഇരുന്ന് പ്രാർത്ഥിച്ച ആ ബെഞ്ച് കണ്ടു. പിതാവ് അവിടെ പോയി ഇരുന്ന് പ്രാർത്ഥിച്ചു എന്ന്. ഹല്ലേലൂയ. കാരണം നിരന്തരമായ ഈ വ്യക്തിയുടെ അമ്മയുടെ പ്രാർത്ഥന വഴിയായിട്ട് ഈ മകൻ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ അങ്ങനത്തെ ഒരു പ്രശ്നത്തിലല്ല. ഇതെന്ന് പറഞ്ഞാൽ പാഷണ്ഡത, സഭയ്ക്കെതിരെയുള്ള വലിയൊരു പാഷണ്ഡത. മറ്റ് ജഡിക പാപത്തിൽപ്പെട്ട് കിടക്കുക. മൂന്നാമത്തേത് തെറ്റായിട്ടുള്ള ബന്ധത്തിൽ മക്കൾ വരെയുണ്ട്, ഒരു മകൻ വരെയുണ്ട്. അങ്ങനെയുള്ള ബന്ധത്തിൽപ്പെട്ട, അങ്ങനെയുള്ള കൂട്ടുകെട്ടിൽപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടി വചനപ്രഘോഷണത്തിൽ പോയി പങ്കെടുത്ത്, ആ പ്രാർത്ഥനയിൽ പങ്കെടുത്ത്, ആ പിതാവിൻ്റെ ഡെലിവറൻസ് സ്വീകരിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞാൽ, നീ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചോ, നിൻ്റെ മകൻ മാനസാന്തരപ്പെടും. ഏകദേശം 30 വർഷക്കാലത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവൻ മാനസാന്തരപ്പെട്ടു എന്ന് മാത്രമല്ല, അവനൊരു വിശുദ്ധനായി തീർന്നു എന്നല്ല, പരിശുദ്ധ കുർബാനയുടെ ദിവ്യ രഹസ്യങ്ങൾ, നിഗൂഢ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തത് അഗസ്തീനോസിലൂടെ. സഭാചരിത്രം ഞങ്ങൾ പഠിക്കുമ്പോൾ, പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിക്കുമ്പോൾ 2 വിശുദ്ധന്മാരെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഒന്ന് തോമസ് അക്വിനാസ്, അതേയോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു വിശുദ്ധനാണ് അഗസ്തീനോസ്. അതുകൊണ്ട് അഗസ്തീനോസ് പറയുന്ന ഇപ്രകാരമാണ്, ഈ തിരുജലമെന്ന് പറയുന്നത് ഇത് മാമോദിസയാണ്. അത് മാമോദിസയാണ്. മാമോദിസയിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് പാപങ്ങൾ കഴുകിക്കളയാൻ പറ്റുള്ളൂ. കാരണം എന്താ? അഗസ്തീനോസ് പറയുന്നത്, അഗസ്തീനോസ് ജനിച്ച് വളർന്നുവെങ്കിലും ഒരിക്കലും അവൻ മാമോദിസ മുക്കിയിട്ടുണ്ടായില്ല, അല്ലെങ്കിൽ മാമോദിസയുടെ ഫലങ്ങൾ അവനിൽ പ്രകടമായില്ല. അവനെന്ന് മനസ്സിലായി, അമ്മയുടെ പ്രാർത്ഥന വഴിയായിട്ട് ചോറ് അരി മുകളിൽ ഇട്ടുണ്ടെങ്കിൽ അടിയിൽ തീ കത്തണം, അല്ലേ? തീ കത്തണ്ടേ? മക്കൾ വഴിവിട്ട് പോകുന്നുണ്ടെങ്കിൽ, മക്കൾ വിശ്വാസം നകന്നു പോകുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥനയിൽ സ്ഥിരതയില്ലെങ്കിൽ, അല്ലെങ്കിൽ ആഡംബര ജീവിതത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം, മാതാപിതാക്കന്മാരുടെ തീ പിടിച്ച പ്രാർത്ഥന ഫലമായിട്ട് മക്കൾ മാനസാന്തരപ്പെടും. അതുകൊണ്ട് അമ്മയുടെ പ്രാർത്ഥന ഫലമായിട്ടാണ് ഇവൻ മാനസാന്തരപ്പെട്ടതെന്ന് പറഞ്ഞപ്പോൾ, ഇവൻ പരിശുദ്ധ കുർബാനയുടെ രഹസ്യം ചോദിക്കുമ്പോൾ ഈശോ പറയാണ്, ഈ തിരുജലം എന്ന് പറയുന്നത് മാമോദീസയാണ്.
മാമുദീസ സ്വീകരിക്കാത്ത ഒരാൾക്ക് വിശുദ്ധ അല്ലെങ്കിൽ അവൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമായിട്ട് മാറുകയില്ല. വീണ്ടും പ്രകാരമാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, തിരുരക്തം എന്ന് പറയുന്നത് അത് പരിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ഒരപ്പം ഒരു വീഞ്ഞെടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് അത് മാത്രമല്ല, അത് സ്വർഗീയ സ്വർഗമാണത് വിരുന്നാക്കി മാറ്റുന്നത്. ഭൂമിയിലെ പുരോഹിതൻ്റെ കഴിവോ മേന്മയല്ല, സഭയുടെ കഴിവോ മേന്മയല്ല, മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് വചനം കൊണ്ടും ആത്മാവ് കൊണ്ടും അത് വിശദീകരിക്കുമ്പോൾ അത് സ്വർഗീയ വിരുന്നായിട്ട് മാറുന്നു. ആ സ്വർഗീയ വിരുന്നാണ് പരിശുദ്ധ കുർബാനയെന്ന് ഈ അഗസ്തീനോസ് പറയും. കാരണം എന്താ? അവൻ്റെ പാവം കഴുകിക്കളഞ്ഞപ്പോൾ അവന് മനസ്സിലായി, ആ വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ വിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങൾ, നിഗൂഢ രഹസ്യങ്ങൾ ദൈവമായ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. ഹല്ലേലൂയ.